ആണ്. പതിനായിരക്കണക്കിന് ആളുകളാണ്. ചേച്ചി വാ, ദീദിജി വെൽക്കം വെൽക്കം മുത്തേടം. വലിയ വലിയ ആവേശത്തിലാണ്. പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അവസാനവട്ട പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ടെത്തുകയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ദീപാജി എത്തി, AICC സെക്രട്ടറി മൻസൂർജി എത്തി, മുഴുവൻ നേതാക്കന്മാരും എത്തി. പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം എത്തും. വർദ്ധിതമായ ആവേശം, വർദ്ധിതമായ ഭൂരിപക്ഷം. നിലമ്പൂരിന്റെ ചരിത്രം കുറിക്കുന്ന റോഡ് ഷോ ഭൂരിപക്ഷത്തിലേക്ക് ആര്യടൻ ഷൗക്കത്ത് പോവുക. ദീപാദാസ് മുൻഷി AICC ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ്. Nilambur, we are winning in a very big margin. How many lead you expect? All set. That the entire public is with us. People have lot of expectation on us, and this time not only Nilambur is the semi-final. We will win in the final also in 2026. Opposition camp is very strong. Yes, I know, but issues are very strong. Anti-incumbency is more stronger than the opposition. തീർച്ചയായും ആന്റി ഇൻകംബൻസി ഉണ്ട്. അതായത് ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ് UDF ക്യാമ്പ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ. ഇപ്പോൾ അടൂർ പ്രകാശ് കൂടി മീഡിയ മണ്ണപ്പം ചേരുകയാണ്. വലിയ ആവേശമാണല്ലേ? വലിയ ആവേശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആവേശമുണ്ട് എന്ന് ഞങ്ങൾക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആവേശമാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ റോഡ് ഷോ എത്രമേൽ മേൽക്കൈ കോൺഗ്രസിന് ഒന്നും കൂടെ നൽകും? ഒരു സംശയം വേണ്ട. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഈ പ്രാവശ്യം ചെയ്യും. സെമി ഫൈനലിൽ UDF തന്നെ. സെമി ഫൈനൽ അത് ദീപാജി പറഞ്ഞിട്ടുണ്ട്. ഹെർ വേർഡ്സ് ഈസ് ഓൾവേസ് ഷീ ഈസ് യൂസിങ് ദിസ് ഈസ് സെമി ഫൈനൽ. ബട്ട് ഫൈനൽ വി വിൽ വിൻ. സെമി ഫൈനൽ കഴിഞ്ഞ് ഫൈനലിലും വിജയിക്കും. അതായത് അടുത്ത UDF സർക്കാരിന്റെ മുൻപുള്ള സെമി ഫൈനൽ എന്ന പ്രതീക്ഷ കൂടിയാണ് അടൂർ പ്രകാശ് LDF